ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സിമ്പിൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ കുക്കിംഗ് പോട്ടിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസ് ആണ്. ഈ ലോങ് റൈസ് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് കുക്കിംഗ് പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. റൈസ് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് റൈസ് ആണ്. 6 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് അളവിലുള്ള വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. നമ്മുടെ റൈസ് ഒന്ന് കുക്കായിട്ട് വരണം. ഇപ്പം നമ്മുടെ റൈസ് കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടക്ക് തുറന്ന് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം നമ്മുടെ റൈസ് ഓവർ കുക്കാവാതെ കിട്ടിയിട്ടുണ്ട്. റൈസ് ഒരിക്കലും പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റൈസ് കുക്കിംഗ് പോട്ടിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും നമുക്ക് കുക്കിംഗ് പോട്ട് ചൂടാക്കിയെടുക്കാം. പോട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് നീളത്തിൽ കട്ട് ചെയ്തതും 6-7 വെളുത്തുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 സവാള നൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ഒനിയൻ ആണ്. സാധാ ഒനിയൻ ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 6-7 ബീൻസ് നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ പീസ് ക്യാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്കിതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റൈസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാഫ് കുക്ക് ആക്കിയെടുത്താൽ മാത്രം മതി. 2 മിനിറ്റ് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഒരിക്കലും കുറച്ച് വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സിമ്പിൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.